അപ്പച്ചി ഇതെന്ത് ഇവിടെ നിറച്ച് കോഴികളാണല്ലോ. ഞാനൊരു കൗതുകത്തിന് മേടിച്ചാണ്. അവിടെ ഒരു കോഴി ഇരിപ്പുണ്ടല്ലോ ആ ഹോളില്. കോഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സ്ഥലം ഉണ്ടായിരുന്ന കോഴീനെയൊക്കെ വളർത്തിയാണ്. അത് അതിനുള്ള സമയവും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ കോഴി വളർത്തും. ഇവിടെ വർക്ക് ഏരിയ ഇല്ലാത്തതുകൊണ്ട് വർക്ക് ഏരിയ വെക്കണം. വർക്ക് ഏരിയ ഇല്ലാത്ത വീടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കിച്ചണിൽ തന്നെ എല്ലാം ഇരിക്കുന്നതുകൊണ്ടല്ല ഞാൻ വർക്ക് ഏരിയ ഒക്കെ വെച്ച് ഇപ്പം വെക്കും. ഞങ്ങൾ വെക്കാൻ തുടങ്ങാൻ പോകും. അപ്പം നമ്മൾ അടിപൊളിയായി അടുക്കള ഈ കൗണ്ടർ ടോപ്പിലൊന്നും ഒന്നും കാണത്തില്ല. ഇപ്പം ഇവിടെ നിറച്ച് സാധനങ്ങളാണ്. ഇവിടെ നിറച്ച് സാധനങ്ങളാണ്. ഞങ്ങൾക്ക് ഗുരുവായൂരൊക്കെ പോയിട്ട് വീടില്ലേ അനധികൃതമായി കിടക്കുന്നതിനെ ഒന്ന് ഒതുക്കുമായിരുന്നു ചക്കരകളെ. ഞാൻ എനിക്ക് വീട് ഒതുക്കി കണ്ടില്ലെങ്കിൽ ഒരു മാനസിക ഈ ഓവൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഓവൻ വേറെ ഉണ്ട്. പക്ഷെ ആ കളർ കണ്ടിട്ട് ഞാൻ മേടിക്കും. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മുടെ വീട്ടിലുള്ളപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഓവൻ കണ്ട് ചോദിച്ചു എന്താണ് പിന്നെയും മേടിക്കുന്നത്. എനിക്ക് അങ്ങനെ ചില കാര്യങ്ങൾ പക്ഷേ എപ്പോഴും കിട്ടുന്ന സാധനമല്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചു. കടയിലേ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റുമായിരുന്നു. ഒതുക്കിയില്ലെങ്കിലേ ശരിയാകത്തില്ല. നമ്മൾ എത്ര ആരൊക്കെ ജോലിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലൊരു ദിവസം എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് വന്ന് നോക്കണം എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. നമ്മുടെ അടുക്കളയിൽ വേസ്റ്റ് ഒന്നും കൂട്ടിവെക്കില്ല. നമ്മുടെ ബെഡ്റൂമുകളിൽ എവിടെയൊന്നും അഴുക്ക് തുണികളൊന്നും കൂട്ടിവെക്കില്ല. നമ്മുടെ വീടിന് ചുറ്റും ചവറ് കൂട്ടിയിടരുതും, കാട് പിടിപ്പിച്ചിടരുതും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പോസിറ്റീവ് എനർജിയെ, ഉയർച്ചയ്ക്കുള്ള പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ സ്വർഗം ഏതാണ്? നമ്മുടെ വീടാണ്. നമ്മൾ പുറത്തെല്ലാം എവിടെയെല്ലാം ഞാനിപ്പോൾ കടയിൽ പോയിരിക്കും, ലുലുവിൽ പോകും, നമ്മൾ കറങ്ങാൻ പോകും, എവിടെയൊക്കെ പോയിട്ട് വന്നാലും നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ കിട്ടുന്നൊരു ശാന്തത, സമാധാനം. ഇവിടെ പോയാലും എനിക്ക് വൈകുന്നേരം വീട്ടിൽ വന്ന് കയറണം. അപ്പോൾ ആ വീട് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഭയങ്കര സമാധാനം തോന്നും. ഇവിടെ വരുമ്പോൾ കുറേ പാത്രം സിങ്കിൽ, അവിടെ കുറേ സാധനം, ഇവിടെ കുറേ സാധനം, ഒരു ശാന്തി നമ്മുടെ മനസ്സിന് കിട്ടത്തില്ല. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത തരം പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്. അപ്പം പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല ചക്കരകളെ. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇവിടെ ജോലിക്കൊക്കെ ആളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഓർഡർ വെക്കാൻ അറിയത്തില്ല. അവരെ തോന്നിയ പോലെ വെച്ച് ചെയ്തിട്ട് ഇവിടെ പാത്രമൊക്കെ കഴുകിയിട്ട് ഈ കണ്ട പാത്രം കഴുകിയിട്ട് നിരത്തി വെച്ചേക്കും. അത് ഓർഡറിൽ അത് കറക്റ്റ് ചെയ്ത് വെക്കാൻ അവർക്ക് അറിയത്തില്ല. അപ്പം ഞാനെന്താ പറയുക, ഒരു വേസ്റ്റ് പാത്രം ആണെങ്കിൽ പോലും ഞാനത് നല്ല ഭംഗിച്ച് കഴുകി, അത് വേസ്റ്റാണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന് കണ്ടാൽ പോലും തോന്നില്ല. ആ വെച്ച് കറക്റ്റ് ചെയ്ത് വെക്കും. ഇത് വേസ്റ്റ് ഇടുന്നില്ല. അകത്ത് ചെറിയ വേസ്റ്റൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നത്. ഇതിനകത്ത് വേസ്റ്റ് ഉണ്ടെന്ന് കണ്ടാൽ പറയട്ടെ. ആ രീതി വെക്കണം. നമ്മുടെ വേടാത്തൊക്കെ എന്നാലും രസമല്ലേ എല്ലാം അടുക്കിപ്പറക്കി വെക്കുന്ന കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തോന്നും. ആ ഓവനിൽ നിന്ന് ചൂടാക്കിയ പയർ ഇരിപ്പുണ്ട്. അത് എടുത്തില്ലായിരുന്നു, അത് കൊള്ളില്ലായിരുന്നു. പയറേ ആ ഓവനിൽ ഞാൻ ചൂടാക്കിയായിരുന്നു. അത് പയർ കൊള്ളത്തില്ല. അതിനൊരു സ്മെല്ല് വന്നുകൊണ്ട് എടുത്തില്ല. അതുകൂടെ ഇങ്ങോട്ട് എടുത്തേ. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. മേധയ്ക്ക് ചോറ് കൊടുക്കുമായിരുന്നു. മേധമോൾക്കൊന്ന് ചോറ് കൊടുക്കുമായിരുന്നു. മേധക്കുട്ടിക്ക്, മേധാലക്ഷ്മിക്ക് ചോറ് കൊടുക്കുമായിരുന്നു. 6 മാസമായി ചോറ് കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്ന് അമ്മൂൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്നേരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരുന്നു. അവളുമായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചോറ് കൊടുത്തു. ഈ ചോറൊക്കെ കൊടുക്കാമല്ലോ. ആ കൊച്ചാണ് ഒരു നരന്ത് പോലെ ഇരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനൊക്കെ എന്തൊരു പാടല്ലേ. എന്ന് വളർന്നു വരും. ഇതൊക്കെ ഭയങ്കര പാടാണ് ഭക്ഷണം കഴിക്കാനൊക്കെ. ഈ വീട്ടിലെ വർക്ക് ഏരിയയിലെത്തോണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഇത് എന്താണ് എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. ജോലിക്ക് നിൽക്കുന്നവർ ഇങ്ങനെ കഴുകി വെച്ചിട്ട് പോകത്തുള്ളൂ. നമ്മൾ അവർക്ക് അതിൻ്റെ അത്ര ഉള്ളൂ. അവരത് ഓർഡറാക്കി വെക്കണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാണുന്ന കാര്യം കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അല്ലേടി അമ്മു? അമ്മു അല്ല, അച്ചു അല്ല, നന്ദു. നന്ദു കൂട്ടാ അല്ലേ? അപ്പച്ചിക്ക് ദേഷ്യമല്ലേ കിടക്കുന്നത്? അപ്പച്ചി ഇങ്ങനെ ഇടുവാ? ഇല്ല. അലവരാതിയായിട്ട് മനസ്സമാധാനം കിടത്തില്ല. എനിക്ക് മനസ്സമാധാനം കിടത്തില്ല. ആ വേസ്റ്റിന്റെ സാധനം അതോട്ടെടുത്ത് വെക്കുന്നില്ല. അതവിടെയാണ് ഇരിക്കുന്നത്.
ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ട്. ഈ വെള്ള സംഭവമേ ഇത് നാനോ വൈറ്റ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഇന്നവിടെ ശുദ്ധികലശം നടത്തുമായിരുന്നു, എന്തോ കാര്യത്തിന് ശുദ്ധികലശം നടത്തുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് പാസ് എടുത്താലും കയറാൻ പറ്റത്തില്ല. ശുദ്ധികലശം കഴിയാതെ തുറക്കത്തില്ല. അതിൻ്റെതായ ബിസിയായിരുന്നു അവിടെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് ഒതുക്കണമെന്ന് ഒതുക്കി അനാവശ്യ സാധനങ്ങളൊക്കെ മാറ്റി ഇട്ട് സ്വസ്ഥം ഗൃഹഭരണം. ഞാൻ കട്ടിൽ മേടിച്ചിരിക്കുന്നത് കണ്ട ബോബത്തേക്ക് എന്തിനാണ് ഈ കട്ടിലൊക്കെ? അതേ കട്ടിൽ കട്ടിൽ ഇപ്പഴത് കട്ടിലാണ് ശ്രദ്ധിച്ചത്. നോക്ക്. ഇന്ന് ഗുരുവായൂരിന്ന് മേടിച്ച കൃഷ്ണൻ. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോയും. എനിക്ക് ഈ കൃഷ്ണനെ കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഈ കാർട്ടൂണുകളിലൊക്കെ ഉള്ള, സീരിയലിലും കാർട്ടൂണിലും ഒക്കെ ഉള്ള കൃഷ്ണനെ പോലെ ഉണ്ടല്ലേ. ഒരു ഫോട്ടോ എടുത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. എവിടെ കാണിച്ചു ഫോട്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി മറ്റേ കൃഷ്ണൻ എവിടെ വെക്കും? കുബേരൻ. കുബേരൻ എങ്ങോട്ട് നോക്കിയിരുന്നല്ല കാശ് വരുന്ന? വടക്കോട്ട്. പലരും പലത് പറയും. വടക്ക് ദർശനത്തിൽ വീടിരുന്നാൽ ധനം വരുമെന്ന് പറയും. കിഴക്ക് ദർശനത്തിൽ വീടിരുന്നാൽ ഐശ്വര്യം വരുമെന്ന് പറയും. പടിഞ്ഞാറ് ദർശനത്തിൽ വീടിരുന്നാൽ കുറച്ച് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിക്കുമെന്ന് പറയും. തെക്കോട്ടാണെങ്കിൽ ഗതി പിടിക്കത്തില്ലെന്ന് പറയും. നമ്മുടെ വീട് എങ്ങോട്ടാ? കിഴക്ക് ഐശ്വര്യം. ഇത് ആ ഒട്ടകത്തിനെ കുറച്ച് പുറകോട്ട് നീക്കിയിട്ട്, അല്ലെങ്കിൽ പശുവിനെ നീക്കിയാലും മതി. അവിടെ വെക്കാം. ഇനി ഈ കൃഷ്ണൻ